എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആടിന്റെ മൂന്നാം ഭാഗം റിലീസായിരിക്കുകയാണ്. 2017 ആടിന്റെ സിനിമയുടെ രണ്ടാം ഭാഗത്തിന് ശേഷം ഏതാണ്ട് ഒരു 9 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ആ ടീം ഒന്നിച്ച് മറ്റൊരു സിനിമ ഇറക്കുന്നത്, അതിന്റെ മൂന്നാം ഭാഗം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ മനസ്സിൽ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ അടിച്ചു. ഈ പഴയ താരങ്ങളെയെല്ലാം വീണ്ടും അതുപോലെ കൊണ്ടുവന്ന അതേ വൈബിൽ നമുക്ക് അതേ ഫീൽ കിട്ടുന്ന രീതിയിൽ അതേ സിനിമയ്ക്ക് ഒരു മൂന്നാം ഭാഗം തയ്യാറാക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? ഒന്നാമത്, ഇന്നത്തെ കാലത്ത് ഈ കോമഡി എന്ന് പറയുന്ന സാധനം സിനിമയിൽ നിന്നും പാടെ അങ്ങ് നശിച്ചു പോയിരിക്കുകയാണ്. ഇന്ന് ഈ ന്യൂ ജനറേഷൻ പയ്യന്മാർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പ്രകമ്പനം പോലുള്ള സിനിമകളൊക്കെ എന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ വേണമെങ്കിൽ ചിരിക്കാം എന്നുള്ള ഒരു അവസ്ഥയിൽ തിയേറ്ററിൽ പോയി കോമഡി കാണുന്ന ഒരു കാലഘട്ടമാണിത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ പണ്ടത്തെ ആട് 2ന്റെ ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വീണ്ടും അതേപോലെ ഒരു മിഥുൻ മാനുവൽ തോമസിനെ കൊണ്ടുവരാനാകുമോ? മിഥുൻ മാനുവൽ തോമസ് ത്രില്ലർ സിനിമകളുടെയും ഉസ്താദാണ്. അപ്പോൾ അദ്ദേഹത്തിന് കോമഡി മുമ്പ് വഴങ്ങുമായിരുന്നു. അപ്പോൾ ഇപ്പോഴും അതുപോലെ കാര്യങ്ങൾ സെറ്റായി വരുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് തിയേറ്ററിൽ പോയി കണ്ടു. വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ലായിരുന്നു. ജസ്റ്റ് കൊള്ളാമെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിൽ പോയതാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇന്ന് ഒരു രക്ഷയില്ലായിരുന്നു. തിയേറ്ററിൽ ഞാൻ കയറിയത് മുതൽ ഇറങ്ങുന്നത് വരെ ഓരോ നിമിഷവും ഒരു ചെറിയ പുഞ്ചിരിയെങ്കിലും മുഖത്തില്ലാത്ത രീതിയിൽ എനിക്ക് അതിലെ ഒരു രംഗവും കണ്ടു തീർക്കാൻ കഴിഞ്ഞില്ല. ഒരു നീള ഹൈ അടിപൊളി വേറെ ലെവൽ കോമഡി തന്നെയായിരുന്നു. എനിക്ക് എന്തോ പടം ഭയങ്കരമായിട്ട് രസിച്ചു. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ്. ഈ അടുത്ത കാലത്തൊക്കെ ഞാൻ ഇങ്ങനെ ഒന്നും ചിരിച്ചിട്ടില്ല. ഞാനൊരു കോമഡി സിനിമ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കൂടുതൽ അളക്കാനും ഒന്നും പോകുന്നില്ല. ആട് അറിയാലോ, നമ്മൾ ആട് എന്ന് പറയുന്ന സിനിമയെ നമ്മൾ കൂടുതൽ അങ്ങ് അളക്കാനും പൊളിക്കാനും പോണ്ട. എന്തിനാണ് പോകുന്നത്? ചിരിക്കാനാണ് പോകുന്നത്. ഞാൻ പോയി ചിരിച്ചു, നല്ലോണം ചിരിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷയില്ല. നമ്മൾ ഈ പഴയ കഥാപാത്രങ്ങളെല്ലാം അതുപോലെ കൊണ്ടുവന്ന മിഥുൻ മാനുവൽ തോമസ് എന്നെ ഞെട്ടിച്ച കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇത്രയും വർഷത്തെ ഗ്യാപ്പിന് ശേഷം ആ പഴയ നടന്മാരെ അതേ ഒരു പാറ്റേണിൽ കൊണ്ടുവന്ന് ആ സെക്കൻഡിന്റെ എക്സാക്ട് കണ്ടിന്യൂഷനിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും ഇതുപോലെ ഒരു വൈബ്, ഒരു എനർജി ക്രിയേറ്റ് ചെയ്ത് ഒരു അടിപൊളി ഒരു സയൻസ് ഫിക്ഷൻ കഥയോട് കൂടിയാണ് സിനിമ മിക്സ് ചെയ്തിരിക്കുന്നത്. സയൻസ് ഫിക്ഷൻ കഥയാണ്, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കഥയാണ്. അതിൻ്റെ ഉള്ളിൽ പോലും ഓരോ രംഗങ്ങളും വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഒരു പുഞ്ചിരി പോലും മുഖത്തില്ലാത്ത ഒരു മൊമെന്റ് പോലും ആ സിനിമയ്ക്കകത്ത് എനിക്കില്ലായിരുന്നു. ഞാൻ പേഴ്സണലി പറഞ്ഞാൽ അങ്ങനെ ഒരുവിധപ്പെട്ട കോമഡി ഒന്നും കണ്ടാൽ അങ്ങനെ ചിരിക്കുന്ന ആളല്ല. എനിക്ക് ഇന്നത്തെ കാലത്തെ ഒരുവിധപ്പെട്ട ഒരു സിനിമകളും അങ്ങനെ കോമഡി ആയിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഒരു 100 എണ്ണം കാണിച്ചാൽ അതിൽ 1 എണ്ണം കണ്ടു അല്ലെങ്കിൽ 2 എണ്ണം കണ്ട് ചിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല. ഇതെന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഈ ആർട്ടിസ്റ്റിക് വർക്ക് കുറച്ച് ഹൈ ബഡ്ജറ്റ് സിനിമയാണ്. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, പല പല ടൈം ലൈനിൽ കാണിക്കുന്ന, ടൈം ട്രാവൽ അല്ല, ആൾട്ടർനേറ്റ് ടൈം ലൈനിൽ നിൽക്കുന്ന പല പല കഥകൾ അത് നമ്മൾ ട്രെയിലറിൽ തന്നെ മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി അഭിനേതാക്കളുടെ കാര്യം പറയാം. ഇതിലുള്ള പല അഭിനേതാക്കളും ഏതാണ്ട് സിനിമാ ഫീൽഡ് വിട്ടവരാണ്. അവരെ തന്നെ വീണ്ടും കൊണ്ടുവന്ന് ആ പഴയ ഇതിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരൊറ്റ കേസിൽ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ആളുകളെല്ലാം ഇന്നും അതുപോലെ ചെയ്തു. നമ്മൾ ഈവൻ ജയസൂര്യയെ പോലും ബിഗ് സ്ക്രീനിൽ കണ്ടിട്ട് എത്രയോ വർഷങ്ങളായിരിക്കുന്നു. ജയസൂര്യയും അതേ ഒരു ഫീൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച നടനാരെന്ന് ചോദിച്ചാൽ ഈ സിനിമയിൽ അദ്ദേഹത്തെ എനിക്ക് കാണുമ്പോൾ, അദ്ദേഹത്തിന്റെ ഓരോരോ ചേട്ടകളും കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ ചിരിച്ചു പോകും. അത്രയ്ക്ക് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഇന്ന് ഒരു കൊടൂര വില്ലൻ ക്യാരക്ടർ അറിയല്ലേ, ഫിലാനലി നമ്മുടെ സിനിമയിലായാലും ഒരു കൊടൂര വില്ലൻ നിസം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ വിനായകനാണ്. വിനായകൻ നമ്മൾ ആട് 2-ൽ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഓളത്തിന്റെ എത്ര ഇരട്ടിയാണ് ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് വിനായകൻ ഇതിൽ ഓരോ സീനിൽ കാണുമ്പോഴും ചിരിക്കാതെ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്തോ ഭയങ്കരമായ ഒരു പോസിറ്റീവ് ഒരു ഫീലോട് കൂടി സിനിമ തീരും. സിനിമ തീരുന്നത് ഭയങ്കര ഇതാണ്, ഒരു എനർജറ്റിക്. പിന്നെ തിരക്കഥ, സംഭാഷണം, ഇത് റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ മിഥുൻ മാനുവലാണ്. അപ്പൊ മിഥുൻ മാനുവൽ ഇതേ ഒരു ഫീൽഡിൽ അത് എഴുതിക്കുന്നത് സമ്മതിച്ചു. കാരണം ഓരോ ഡയലോഗിലും എന്തെങ്കിലും ഉണ്ട്. ഞാൻ ഈ സിനിമയെ ഞാൻ കൂടുതൽ അളക്കുന്നില്ല. എനിക്ക് അതിന്റെ ആന്തരിക വശങ്ങളിലോട്ട് ഞാൻ കയറി പോകുന്നില്ല. പിന്നെ മറ്റു കാര്യങ്ങൾ, ആർട്ടിസ്റ്റിക് വർക്കായാലും മറ്റു കാര്യത്തിലൊക്കെ ചെറിയ ചെറിയ പിഴവുകളുണ്ട്. അതൊന്നും നോക്കണ്ട. നമ്മൾ എന്തിനാണ് ആട് കാണാൻ പോകുന്നത്? കണ്ടു, നിറഞ്ഞു വന്നു. പിന്നെ BGM ഒക്കെ അടിപൊളിയാണ്, ക്യാമറ അടിപൊളിയാണ്. പിന്നെ നല്ല നല്ല ആക്ഷൻ, മറ്റേ ഷൂട്ട് ഔട്ട് സീൻസ് ഒക്കെ ഉണ്ട്, ഫൈറ്റ് സീൻസ് ഉണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്, എല്ലാം നിറഞ്ഞ. പിന്നെ പടം ഭയങ്കര സ്പീഡാണ്. തുടക്കം മുതൽ എൻഡ് വരെ ഒറ്റ പോക്കാണ്. പിന്നെ അതിൽ ഒരൊറ്റ പോയിന്റ് പോലും കോമഡി ഇല്ലാതെ ടോട്ടലി സീരിയസ് ആകുന്ന ഒരൊറ്റ പോയിന്റ് പോലും ഇല്ല. തുടങ്ങുന്നത് തീരുന്നവരെ സ്റ്റാർട്ട് ടു എൻഡ് ഫുൾ സീൻസും കോമിക് ആയിട്ടാണ് പോയിരിക്കുന്നത്. അത് ആട് 2-ന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണല്ലോ. അതുപോലെ തന്നെയാണ്. എന്താ പറയാൻ, ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട്
കുടുംബത്തോടെ പോയി കാണണം. ഇതൊരു പ്രത്യേക ടൈപ്പ് കോമഡിയാണ്. ഇത് പ്രത്യേകിച്ച് ഈ മറ്റേ ആണുങ്ങളുടെ ഒരു പാറ്റേണിൽ നിൽക്കുന്നതാണ്. ഒരുവിധപ്പെട്ട എനിക്കറിയാവുന്ന ചില പെൺകുട്ടികൾക്കൊക്കെ ഈ ഒരു പാറ്റേൺ ഇഷ്ടമാണ്, വേറെ ചിലർക്ക് ഇത് അത്ര ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു ഇതാണ്. എങ്കിലും എന്തോ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജിയാണ്. സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ചിരിച്ച ആളുകളിൽ ഒരാൾ ഞാനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫാമിലി ആയിട്ട് എന്തായാലും പോകണം. ഒരു 100% കോമഡി ഫിലിം എന്നുള്ള രീതിയിൽ ആട് കാണാൻ പോവുക എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ 100% ഗ്യാരണ്ടിയാണ്. ധൈര്യമായിട്ട് പോവുക, ടിക്കറ്റ് എടുക്കുക. ഓക്കെ.